പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മൾക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഒരു ലൈറ്റിംഗ് സിസ്റ്റം, ഇതിൻ്റെ ബാക്കപ്പ് എന്ന് പറയുന്നത് 24 മണിക്കൂറിൽ കൂടുതൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും സിംഗിൾ ചാർജിൽ. ഇതിപ്പം ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നൈറ്റ് ക്യാമ്പൊക്കെ ചെയ്യുമ്പോൾ ടെൻറ്റിൽ ലൈറ്റ് വളരെ അത്യാവശ്യമാണ്. അതും വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാനാണെങ്കിൽ നല്ല ഹൈ പവർ ആയിട്ടുള്ള ലൈറ്റ് ആവശ്യമാണ്. അപ്പം ഇതിൻ്റെ ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് ഏകദേശം 100 വാട്ടിൻ്റെ ഒരു LED ലൈറ്റിൻ്റെ അത്രയും വെളിച്ചം ഉണ്ടായിരിക്കും. ഇത് വണ്ടിയുടെ ഫോഗ് ലൈറ്റാണ്, അതുകൊണ്ട് തന്നെ ഇത് വാട്ടർ പ്രൂഫാണ്, നിങ്ങൾക്ക് വെളിയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഇത് ടെൻ്റ് അടിച്ച് ക്യാമ്പ് ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമല്ല, വീട്ടിലും നിങ്ങൾക്ക് ഒരു ബാക്കപ്പിന് വേണ്ടി പവർ കട്ടുള്ള സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ചെറിയ ചെറിയ കടകൾ, പെട്ടിക്കടകൾ അല്ലെങ്കിൽ മീൻ വിൽക്കുന്ന, പച്ചക്കറി വിൽക്കുന്ന ഈ സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇത് പോർട്ടബിളാണ്, ലൈറ്റ് വെയ്റ്റ് ആണ്. ഇതിൻ്റെ ബാക്കപ്പ് പറഞ്ഞല്ലോ 24 മണിക്കൂറിൽ കൂടുതൽ കിട്ടും. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾക്ക് ഇത് എങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം എന്ന് നോക്കാം. അപ്പോൾ നമ്മൾക്ക് ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളെന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു ബാറ്ററി ബാക്കപ്പിന് വേണ്ടി ഒരു പവർ ബാങ്ക് വേണം. പവർ ബാങ്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏത് വേണമെങ്കിലും എടുക്കാം. മിക്കവാറും എല്ലാവരുടെയും കയ്യിൽ തന്നെ അധികം ഉപയോഗിക്കാത്തതായിട്ടുള്ള വാങ്ങി വെച്ചിട്ടുള്ള പവർ ബാങ്കുകൾ ഇരിപ്പുണ്ടാകും. പവർ ബാങ്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് പഴയ ഏതെങ്കിലും ഒരു മൊബൈൽ എടുത്താൽ മതി. മൊബൈൽ വർക്കിംഗ് കണ്ടീഷൻ ആയിരിക്കണം, ഡിസ്പ്ലേ പൊട്ടിയതോ സ്ലോ ആയതോ അതൊന്നും കുഴപ്പമില്ല, പക്ഷേ ബാറ്ററി ബാക്കപ്പ് നല്ല രീതിയിലുള്ള ഒരു മൊബൈൽ ആയിരിക്കണം. ഇനി നമ്മൾക്ക് വേണ്ടത് ഇതാണ്, ഈ ലൈറ്റാണ്, ഫോഗ് ലൈറ്റാണ്. ഇത് 12 വോൾട്ടിന് നമ്മൾ വണ്ടിയിലൊക്കെ മിക്കവാറും 12 വോൾട്ട് തന്നെയായിരിക്കും, എല്ലാം വണ്ടിയിൽ ഫിറ്റ് ചെയ്യുന്ന ഫോഗ് ലാമ്പാണ്. ഇത് 15 LED ഫോഗ് ലാമ്പാണ്. ഇതിന് 100 രൂപയുള്ളൂ. കടകളിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാവുന്നതാണ്. ഇത് വയറാണ്, നിങ്ങൾക്ക് ആവശ്യമുള്ള നീളത്തിൽ വയർ വാങ്ങിച്ചോളുക. വയർ ഇത് സ്പീക്കറിനിടുന്ന വയർ തരാൻ പറഞ്ഞാൽ മതി, നമുക്ക് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇനി നമ്മൾക്ക് വേണ്ടത് ഇതാ ഒരു മൊഡ്യൂളാണ്, DC to DC കൺവെർട്ടറാണ്. ഇത് നമ്മൾക്ക് എന്തിനാണെന്ന് വെച്ചാൽ മൊബൈൽ അല്ലെങ്കിൽ പവർ ബാങ്ക് സപ്ലൈ ചെയ്യുന്നത് 5 വോൾട്ട് ആയിരിക്കും, പക്ഷേ നമ്മുടെ ഈ ലൈറ്റ് 12 വോൾട്ടിനാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ 5 വോൾട്ടിനെ ബൂസ്റ്റ് ചെയ്ത് കൺവേർട്ട് ചെയ്ത് ഈ ലൈറ്റിന് 12 വോൾട്ട് സപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ് ഈ ബൂസ്റ്റർ ഉപയോഗിക്കേണ്ടത്. ഈ ബൂസ്റ്റർ ഇത് DC to DC ബൂസ്റ്ററാണ്. അപ്പം ഇതിൻ്റെ കുറച്ച് ടെക്നിക്കൽ സ്പെക്കൊക്കെ അറിയേണ്ടവർ ഓൺലൈൻ വാങ്ങുന്നതിന് മുമ്പ്, അതായത് ആമസോൺ, ഫ്ലിപ്കാർട്ട് ഇതിലൊക്കെ ഇത് അവൈലബിൾ ആണ്. വാങ്ങുമ്പം നിങ്ങൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ വായിച്ച് നോക്കുക. ഇതിൻ്റെ ടെക്നിക്കൽ ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പം ഇനി നമുക്കിതൊക്കെ എങ്ങനെ ഒന്ന് അസംബിൾ ചെയ്തെടുക്കണ്ടേ എന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾക്ക് സോൾഡർ ചെയ്യാൻ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ചെയ്യേണ്ട സാധനങ്ങളും കയ്യിലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ മൊഡ്യൂളിലാണ് നമ്മൾ സോൾഡർ ചെയ്തെടുക്കേണ്ടത്. ഈ മൊഡ്യൂളിന് 4 പിന്നുകളുണ്ട്, 2 ഇൻപുട്ടും 2 ഔട്ട്പുട്ടും. ഇതിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് പോസിറ്റീവ് ഇന്ന്, നെഗറ്റീവ് ഇന്ന്, അതേപോലെ തന്നെ പോസിറ്റീവ് ഔട്ട്, നെഗറ്റീവ് ഔട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു ബ്ലൂ കളറിൽ നമ്മൾക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു വേരിയബിൾ റെസിസ്റ്റർ കൊടുത്തിട്ടുണ്ട്. അതങ്ങനെ തന്നെ അവിടെ വിടുക. നിങ്ങൾ ഇപ്പോൾ ഒന്ന് സെറ്റ് ചെയ്യേണ്ട. നമ്മൾക്കിതിന് കണക്ഷൻ കൊടുക്കുവാനായിട്ട് ഇൻപുട്ട് എന്ന, അതായത് പോസിറ്റീവ് ഇന്ന്, നെഗറ്റീവ് ഇന്ന്, ഇതാണ് ഇതിൻ്റെ ഇൻപുട്ട്. നമ്മൾ പവർ ബാങ്ക് അല്ലെങ്കിൽ മൊബൈലിൽ നിന്ന് കണക്ട് ചെയ്യേണ്ടത് ഇവിടെയാണ്. അപ്പം ഇവിടെ കണക്ട് ചെയ്യാനുള്ള വയർ നിങ്ങൾക്ക് പഴയ മൗസ് അല്ലെങ്കിൽ പഴയ കീബോർഡ് അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൻ്റെ ഏതെങ്കിലും ഒരു ചാർജറിൻ്റെ ഒരു കേബിൾ കട്ട് ചെയ്തെടുക്കുക. അത് നമുക്കിവിടെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാവുന്നുള്ളൂ. അത് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 4 വയറുകൾ കാണാൻ പറ്റും. അതിൽ റെഡും ബ്ലാക്കും മാത്രം എടുക്കുക. റെഡ് എടുത്തിട്ട് ഇതിൻ്റെ പ്ലസ് ഇന്നിലും കൊടുക്കുക, ബ്ലാക്ക് മൈനസ് ഇന്നിലും കൊടുക്കുക. ആ രീതിയിൽ ഞാനിവിടെ ഒന്ന് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു കവറൊക്കെ വരാൻ വേണ്ടിയാണ് ഞാൻ ഈ രീതിയിൽ ഒരു ചെറിയൊരു കേസിംഗ് ഒക്കെ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. ഇത് നോക്കുക, USB-യുടെ കേബിൾ കട്ട് ചെയ്ത് അതിനകത്തുനിന്ന് പോസിറ്റീവ് വയർ ഇതിന് പോസിറ്റീവ് ഇന്നെന്നുള്ള ഭാഗത്തും അതിൻ്റെ നെഗറ്റീവ് ഇന്നെന്നുള്ള ഭാഗത്തുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ബാക്കി 2 വയറുകൾ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം. നമ്മൾക്ക് റെഡും ബ്ലാക്കും മാത്രമേ ആവശ്യമുള്ളൂ. ഇതിൻ്റെ ഔട്ട്പുട്ട് ഞാൻ ഒരു സോക്കറ്റ് ഉപയോഗിച്ച് പുറത്തോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സോക്കറ്റോ അല്ലെങ്കിൽ ഡയറക്റ്റ് വയറോ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നുള്ളൂ. ഇത്ര മാത്രമേ ഉള്ളൂ നമ്മൾക്ക് ഇത് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി
അപ്പം ഇതാണ് ഈ ഡിവൈസ്. ഞാൻ ആ മൊഡ്യൂളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് വളരെ നീറ്റായിട്ട് നമ്മൾ കൊണ്ട് നടക്കേണ്ട കാരണം നല്ല രീതിയിൽ നല്ല ബലത്തിൽ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പെയിൻ്റൊക്കെ അടിച്ച് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ കണ്ടോ ചെറിയ ഈ പോർട്ടിലാണ് നമ്മളുടെ ഈ ആ മൊഡ്യൂളിലുള്ള വേരിയബിൾ റെസിസ്റ്റർ വേരി ചെയ്യിക്കാനുള്ള ഒരു സ്പേസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ആ സ്ക്രൂ കാണത്തക്ക രീതിയിൽ. അപ്പം ഇത് നിങ്ങൾ ഇത്രയും സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ മൊഡ്യൂൾ എടുത്തതിന് ശേഷം ഈ മൊഡ്യൂളിൽ കാണുന്ന പ്രീസെറ്റ് മൊത്തമായിട്ട് ഉള്ളിലേക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. പവറപ്പ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ അസംബിളൊക്കെ ചെയ്യുന്നതൊക്കെ കൊള്ളാം. ഇതിനകത്ത് പവർ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പ്രീസെറ്റ് ചെറിയ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് മൊത്തമായിട്ട് തിരിച്ച് ടൈറ്റ് ചെയ്ത് ഉള്ളിലോട്ട് കൊടുക്കുക. ഇത് മാക്സിമം ആയി കഴിയുമ്പം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ടിക് ടിക് എന്ന് ഒരു സൗണ്ട് കേൾക്കാൻ പറ്റും. അപ്പം ആ സൗണ്ട് കേൾക്കുമ്പം ഇത് മൊത്തത്തിൽ അതായത് എത്രത്തോളം മാക്സിമം എത്രയാണ് ടൈറ്റ് ചെയ്തത് അത് നമ്മൾക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ ഉള്ളിൽ നിന്നൊരു സൗണ്ട് വരുമ്പം. അപ്പം അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ ആൻറ്റി ക്ലോക്ക് വൈസിൽ ഒരു 3-4 ത്രെഡ് ലൂസ് ചെയ്യുക. എന്നിട്ട് വേണം നിങ്ങൾ പവറപ്പ് ചെയ്യാൻ വേണ്ടി. അപ്പം ഞാനതൊന്ന് കാണിച്ചു തരാം. ഇനി മെല്ലെ കൂട്ടി കൊടുക്കുക. കൂട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസിൽ നമ്മൾ ലൂസ് ചെയ്യുക. ലൂസ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഫോഗ് ലൈറ്റിൻ്റെ ബ്രൈറ്റ്നസ് കൂടി വരുന്നുണ്ട്. ഇത് ഒരുപാട് ലൂസ് ചെയ്ത് എന്നാൽ പിന്നെ കൂടിക്കോട്ടെ എന്ന് വിചാരിച്ച് ഒരുപാട് ലൂസ് ചെയ്ത് കൊടുക്കരുത്. ലൈറ്റിലോട്ട് പോകുന്ന വോൾട്ടേജ് കൂടും, കറണ്ട് കൂടും. അപ്പം മൊത്തത്തിൽ എല്ലാം ഡാമേജ് ആകാൻ സാധ്യതയുണ്ട്. ഒരു ലെവൽ വരെ വരുമ്പം നിങ്ങൾക്ക് ലൈറ്റ് കാണുമ്പം അറിയാൻ പറ്റും ഇതാണ് ഇതിൻ്റെ ഏകദേശം ഒരു മാക്സിമം ബ്രൈറ്റ്നസ് എന്നുള്ള രീതിയിൽ. പിന്നെ ഒന്ന് വൈബ്രേറ്റ് ആകുന്ന ഒരു ഫ്ലിക്കറിങ് ആകുന്ന പോലെ ലൈറ്റ് വരും. ആ ലെവലിൽ നിർത്താണ്ട് ഒരു നല്ല ബ്രൈറ്റ്നസ് കിട്ടുന്ന രീതിയിലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇത്രമാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇലക്ട്രോണിക്സിന് സ്കില്ലില്ലാത്തവരാണെങ്കിലും മൾട്ടിമീറ്ററൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളൊരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഈ മൊഡ്യൂളിൻ്റെ ഇന്നിൽ കൊടുക്കുന്ന പൊളാരിറ്റിയും ഇതിന് ഔട്ടിൽ കൊടുക്കുന്ന പൊളാരിറ്റിയും ഔട്ട്പുട്ടിൽ നിന്ന് എടുക്കുന്ന പൊളാരിറ്റിയും കൃത്യമായിരിക്കണം. പോസിറ്റീവ് നെഗറ്റീവ് മാറിപ്പോകരുത്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ താഴെ പറഞ്ഞ രീതിയിൽ സെറ്റ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പവർ ബാങ്ക് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് പഴയ ഏതെങ്കിലും നിങ്ങളുടെ അടുത്തുള്ള ഒരു മൊബൈൽ എടുക്കണം. ഇങ്ങനെ എടുക്കുന്ന മൊബൈൽ എന്ന് പറയുന്നത് OTG സപ്പോർട്ടുള്ള മൊബൈലായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ബാറ്ററി ബാക്കപ്പ് കുറച്ചെങ്കിലും ഉള്ള മൊബൈലായിരിക്കണം. പഴയതൊക്കെ ആണെങ്കിൽ കുറച്ച് കുറഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് ബാറ്ററി ബാക്കപ്പ് ഉള്ള മൊബൈലാണെങ്കിൽ അതിനനുസരിച്ച് ബാക്കപ്പ് നമുക്ക് ഈ ലൈറ്റിന് കിട്ടും. അപ്പോൾ നമുക്ക് ഈ മൊബൈൽ എങ്ങനെ നമ്മളുടെ ഉണ്ടാക്കിയ ഡിവൈസിലോട്ട് കണക്ട് ചെയ്യാം എന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ഒരു OTG കേബിൾ ആവശ്യമാണ്. നിങ്ങളുടെ മൊബൈൽ ഏതാണോ അതിന് സപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഇപ്പം C ടൈപ്പ് ആണെങ്കിലോ അല്ലെങ്കിൽ മൈക്രോ USB ടൈപ്പ് ആണെങ്കിലോ അതിനനുസരിച്ച് ഒരു OTG കേബിൾ എടുക്കുക. ഈ OTG കേബിളിലോട്ട് നമ്മളുടെ ഡിവൈസിൽ നിന്ന് വരുന്ന കേബിൾ കണക്ട് ചെയ്ത് കൊടുക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ LED ലൈറ്റിലോട്ട് ഈ കേബിൾ പോയിട്ടുണ്ട്. ഇനി OTG കേബിൾ മൊബൈലിൽ കണക്ട് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഇപ്പം മൊബൈലിനകത്തു നിന്നാണ് ഇതിൻ്റെ പവർ പോകുന്നത്. ഇതിപ്പം എങ്ങനെ നോക്കിയാലും നിങ്ങൾക്ക് ഒരു 5 അല്ലെങ്കിൽ 6 മണിക്കൂർ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ബാക്കപ്പ് കിട്ടും. അപ്പം നിങ്ങൾക്ക് പവർ ബാങ്കിൻ്റെ ആവശ്യമില്ല. പഴയ മൊബൈലുകളൊന്നും കളയണ്ട. ഇങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇത് ലൈറ്റ് വെയിറ്റ് ആണ്. ഇത് വാട്ടർ പ്രൂഫ് ലൈറ്റാണ്. നിങ്ങൾക്ക് വെളിയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും. നോ പ്രോബ്ലം. പവർ ബാങ്ക് അല്ലെങ്കിൽ മൊബൈൽ മാത്രം വെള്ളം വീഴാത്ത സ്ഥലങ്ങളിൽ വെച്ചാൽ മതി. നിങ്ങൾക്ക് റിമോട്ടായിട്ടുള്ള എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഈ ലൈറ്റിംഗ് സെറ്റപ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പം എല്ലാവരും ഇതൊക്കെ ഉണ്ടാക്കി നോക്കുക. അല്ലെങ്കിൽ യാത്രകളൊക്കെ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഉണ്ടാക്കി വയ്ക്കുക. നമ്മൾക്ക് എപ്പോഴെങ്കിലും ആവശ്യം വരും, ആ സമയത്ത് നമ്മൾക്ക് ഉപയോഗിക്കാം. അപ്പം നമ്മൾക്ക് എല്ലാവർക്കും വീണ്ടും ഒരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.